നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രചാരമുള്ള പത്രങ്ങളും അതുപോലെ തന്നെ മാധ്യമങ്ങളൊക്കെ ഒരു 2 ആഴ്ച മുമ്പ് നമ്മോട് പറഞ്ഞത് UDF സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും നിലക്കുന്നില്ല. കോട്ടയം സീറ്റ് നേരത്തെ മാണി കോൺഗ്രസ് ജയിച്ചതാണ്, ജോസഫിന് കൊടുക്കുക. അതുപോലെ ആലപ്പുഴ സീറ്റ് ആരിഫ് ജയിച്ചതാണ്, അവിടെ മറ്റാരെങ്കിലും നിശ്ചയിക്കുക. മറ്റെല്ലാ 18 സീറ്റിലും സിറ്റിംഗ് MP-മാരെ തന്നെ നിർത്തും. ഇടതുപക്ഷത്താണ് സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കാൻ കാലതാമസം ഉണ്ടാകുക എന്ന രൂപത്തിലാണ് നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ നമ്മോട് പറഞ്ഞത്. പക്ഷെ ഇതുവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിക്കുന്ന 20 പാർലമെന്റ് സീറ്റിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കുക മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽപ്പെട്ട പാർട്ടികൾ ആരാണ് എത്ര സീറ്റിൽ മത്സരിക്കുന്നത് എന്ന് ആഴ്ചകൾ മുമ്പ് തീരുമാനമായി. ആകെയുള്ള 20 സീറ്റിൽ 15 സീറ്റ് CPM മത്സരിക്കും, 4 സീറ്റിൽ CPI മത്സരിക്കും, 1 സീറ്റിൽ കേരള കോൺഗ്രസ് മാണി മത്സരിക്കും. അങ്ങനെ 20 സീറ്റ് നിശ്ചയിച്ചു. UDF-ന്റെ സീറ്റിന്റെ എണ്ണം തന്നെ ഇന്നലെയാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ തീരുമാനിച്ചത്. അതിൻ്റെ പേറ്റുനോവും പ്രയാസങ്ങളും മുക്കലും മൂളലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലീഗുകാർ ശക്തമായി പറഞ്ഞത് ഇപ്രാവശ്യം എന്തായാലും കട്ടായ 3 സീറ്റ് തങ്ങൾ പ്രഖ്യാപിക്കുന്നതാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള കഴിഞ്ഞൊരു 4-5 ഘട്ടങ്ങളിൽ 5 കൊല്ലം കൂടി കഴിഞ്ഞ് പുറകോട്ട് പോയാൽ എല്ലാ വർഷവും ഇതുപോലെയുള്ള ഒരാഴ്ചക്കാലം പേറ്റുനോവ് സംഭവിക്കാറുണ്ട്. 3 വേണം, അതെവിടെ എന്ന രൂപത്തിലേക്ക്. അവസാനം 2-ൽ ഒതുങ്ങും. പക്ഷെ ഇപ്രാവശ്യം ഒരു ഗുണമുണ്ടായി. മുസ്ലിം ലീഗുകാർ യൂത്ത് ലീഗുകാർ പറഞ്ഞപ്പോൾ ഇപ്രാവശ്യം എന്തായാലും പാണക്കാട് തങ്ങൾ 3 എണ്ണം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞല്ലോ. ശരിയാണ്, അദ്ദേഹം 3 എണ്ണം പ്രഖ്യാപിച്ചു. ഒന്ന് പൊന്നാനിയും അതുപോലെ തന്നെ ഒന്ന് മഞ്ചേരി മലപ്പുറവും, മറ്റൊരു തമിഴ്നാട്ടിലെ നമ്മുടെ മുൻ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പ്രദേശത്താണ്. അത് കൂട്ടിയാണ് 3 എണ്ണം പ്രഖ്യാപിച്ചത്. അപ്പോ കഴിഞ്ഞ കാലത്തെ പോലെ തന്നെ ലീഗ് കോൺഗ്രസിന്റെ ചവിട്ടും തൊഴിയുമേറ്റ് 2 സീറ്റിൽ മത്സരിക്കാൻ തീരുമാനിച്ചു. മറ്റു വിശദാംശങ്ങളിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ 1-ാം പാർട്ടി CPM, 2-ാം ജനസ്വാധീനമുള്ള പാർട്ടി CPI ആണ്. ആ CPIക്ക് 4 പാർലമെന്റ് സീറ്റ് മത്സരിക്കാൻ ഇടതുപക്ഷം കൊടുക്കുന്നു. മുസ്ലിം ലീഗിന്റെയും CPI-യുടെയും ജനസ്വാധീനം ഞങ്ങളിപ്പോ കമ്പാരിസണിലേക്ക് പോകുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുക, 2 ഉള്ളത് 3 ചോദിച്ചിട്ട് പോലും കൊടുക്കാൻ തയ്യാറല്ല. ഈ പ്രാവശ്യം 3 വേണമെന്ന് മുസ്ലിം ലീഗ് കണിശമായി തീരുമാനിക്കാൻ എന്താ കാരണം? അത് പറയുമ്പോഴാണ് കഴിഞ്ഞ 5 കൊല്ലക്കാലത്തെ പാർലമെന്റ് പ്രവർത്തനത്തിനിടയിൽ നമ്മുടെ നരേന്ദ്രമോദിയുടെ 2-ാം ഗവൺമെന്റ് വന്നതിന് ശേഷം 2019 മുതൽ 24 വരെയുള്ള കാലഘട്ടത്തിനിടയിൽ, 1-ാം ഗവൺമെന്റ് പോകട്ടെ, ഈ 5 വർഷക്കാലത്തിനിടയിലാണ് രാജ്യത്തെ ഭരണഘടന പിച്ച് ചീന്താനുള്ള ധൈര്യം BJP ഗവൺമെന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നു. സുപ്രീം കോടതിയെ അവരുടെ ചൊൽപ്പൽക്ക് നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഉദാഹരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതുപോലെ CAG പോലുള്ള ഭരണഘടനാപരമായി സ്വതന്ത്ര ചുമതലയുള്ള സ്ഥാപനങ്ങളെ അവരെ കൊണ്ട് മൂക്കുകൊണ്ട് ക്ഷാവരപ്പിക്കുകയാണ്. RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതിന്റെ ഗവർണറല്ല തീരുമാനമെടുക്കുന്നത്, മോഡിയാണ്, ഗവൺമെന്റാണ് തീരുമാനമെടുക്കുന്നത്. അതുപോലെ ED, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, അത് ഏതാണ്ട് വേട്ട നായ്ക്കളെ പോലെ അമിത്ഷായും മോഡിയും തുടല് പിടിച്ച് മണം പിടിച്ച് പ്രതിപക്ഷ നേതാക്കന്മാരെ കപ്പിക്കൊണ്ടിരിക്കുക. CBI പറ്റി പറയേണ്ടതില്ല. CBI പറ്റി നേരത്തെ പലരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മുടെ രാജ്യത്തുള്ള സ്വതന്ത്രമായ ഭരണഘടനാ സംവിധാനത്തെ മുഴുവൻ
BJP RSSന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി തുടലിട്ട് പിടിച്ച് ചാടുരാമ ഓടിരാമ എന്ന രൂപത്തിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുക. ഏറ്റവും അവസാനം ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയിൽ 370 വകുപ്പ് പ്രകാരം ചില പ്രത്യേക പരിരക്ഷ കാശ്മീരിനുണ്ടായിരുന്നു. ആ കാശ്മീരിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി കാശ്മീരുണ്ടോ? നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്നതിന് ശേഷം കേരളം രൂപം കൊണ്ടു. 47 കേരളമില്ലല്ലോ, 56 കേരളം രൂപം കൊണ്ടത്. ഇപ്പോഴത്തെ ഗുജറാത്തും മഹാരാഷ്ട്രയും ചേർന്നുകൊണ്ട് ബോംബെ സംസ്ഥാനമായിരുന്നു, 2 സംസ്ഥാനമായി മാറി. അതുപോലെ വിശാല ആന്ധ്ര, ഇപ്പൊ തെലുങ്കുദേശവും അതുപോലെ തന്നെ ആന്ധ്രയുമായി നിലനിൽക്കുന്നു. ഛത്തീസ്ഗഡും അതുപോലെ ഉത്തരാഖണ്ഡും ബീഹാറും ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ വിഭജിച്ച് ചില സംസ്ഥാനങ്ങൾ രൂപം കൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ പുതിയ സംസ്ഥാനങ്ങൾ രൂപം കൊള്ളുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർലമെന്റിലും നിയമസഭയിലും സമൂഹ രംഗത്തും ആകെ തന്നെ വലിയ തോതിലേക്ക് ചർച്ചകൾക്ക് ശേഷമാണ് തീരുമാനമെടുത്ത് പോയിട്ടുള്ളത്. എന്നാൽ ഇന്ത്യയിലെ നിലവിലുണ്ടായിരുന്ന സംസ്ഥാനം കാശ്മീർ എന്ന സംസ്ഥാനം ഇല്ലാതാക്കാൻ ഭരണഘടനാപരമായി 370 വകുപ്പ് പ്രകാരം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ 3 കഷ്ണമാക്കി മാറ്റാൻ ഒരു ചർച്ചയും ഉണ്ടായില്ല. രാജ്യസഭയിൽ സംസാരിക്കാൻ വന്ന അമിത്ഷാ അദ്ദേഹത്തിന്റെ പെറ്റിക്കോട്ടിൽ കയ്യെഴുത്തെടുത്ത് ഒരു കടലാസ് തുണ്ടെടുത്ത് അതിൽ വായിച്ചു 370 വകുപ്പ് 31A ഇത് റദ്ദ് ചെയ്തിരിക്കുന്നു, കാശ്മീർ സംസ്ഥാനം നിലവിലില്ല. ഞാൻ പറയട്ടെ, ഈ കാശ്മീർ സംസ്ഥാനത്തിന് 370 വകുപ്പ് ഇന്ത്യൻ ഭരണഘടനയിൽ ചേർക്കാനുള്ള സാഹചര്യം എന്താണ്? കോൺഗ്രസുകാർക്ക് അറിയില്ലേ? ഇന്ത്യ സ്വതന്ത്രമായി, ഹൈദരാബാദ് നൈസാം രാജാവ് ഭരിക്കുന്നു, തിരുക്കൊച്ചി ഇവിടെ രാജാക്കന്മാർ ഭരിക്കുന്നു, കാശ്മീർ അവിടുത്തെ ഹരിസിംഗ് രാജാവ് സ്വതന്ത്രമായി ഞങ്ങൾ പാകിസ്ഥാനിലേക്കുമില്ല ഇന്ത്യയിലേക്കുമില്ല സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിച്ചു. 90% മുസ്ലിങ്ങളാ കാശ്മീരിൽ. രാജാവ് ഹിന്ദുവാണ്, ഹരിസിംഗ്. അദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ കരൺ സിംഗ് ദീർഘകാലം നെഹ്റു ഗവൺമെന്റിലും ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു. ഹരിസിംഗിനെ പാകിസ്ഥാൻ പട്ടാളം ആക്രമിച്ചു. നെഹ്റുവിനോടും പട്ടേലിനോടും സഹായം ആവശ്യപ്പെട്ടു. സഹായം നൽകാമെന്നേറ്റു. സഹായം നൽകുന്നതോടൊപ്പം ഇന്ത്യയിൽ ചേരണം, ഇന്ത്യൻ യൂണിയനിൽ ചേരണം തയ്യാറായി. ഷെയ്ഖ് അബ്ദുള്ള അടക്കമുള്ള ആളുകൾ തയ്യാറായി. പക്ഷെ ഒരു കരാർ, കാശ്മീരൊത്തം ഭരണഘടനയിൽ നിലനിർത്തണം. അതാണ് 370. RSSന്റെ പ്രഖ്യാപിത നിലപാടാണ്. 3 കാര്യങ്ങളാണല്ലോ RSS പറഞ്ഞത്, ഇപ്പൊ പറഞ്ഞതല്ല. RSS പറഞ്ഞ 3 കാര്യങ്ങൾ: 1, കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയണം. 2ാമത് UCC നടപ്പാക്കണം. 3ാമത് ബാബരി പള്ളി പൊളിച്ച് രാമൻ ജന്മസ്ഥലത്ത് അവിടെ ക്ഷേത്രം നിർമ്മിക്കണം, രാമന്റെ പേര്. ഇത് 3ഉം ഇപ്പോ RSS ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുക. അതിൽപ്പെട്ട കാശ്മീരാണ് ഞാൻ സൂചിപ്പിച്ചത്. ആ കാശ്മീർ സ്റ്റേറ്റ് പദവി എടുത്തു കളഞ്ഞ് 3 കഷ്ണമാക്കിയപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 44ഓളം വരുന്ന പാർലമെന്റ് അംഗങ്ങൾ ഏകോപിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞോ? ലീഗ് പറഞ്ഞു, കൂടെ നിൽക്കുന്ന കോൺഗ്രസ് പറഞ്ഞു, ചില പറഞ്ഞു അത് അനിവാര്യമാണ്, എന്തിനാ പ്രത്യേക അവകാശം കാശ്മീരിന് കൊടുക്കുന്നു? RSS പറയുന്നല്ലേ ശരി. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ 370 വകുപ്പ് എടുത്തു കളഞ്ഞു 371 വകുപ്പ് ABCDEFG വരെയുള്ള 7 ഉപവകുപ്പുകൾ വെച്ചുകൊണ്ട് ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേക ഭരണഘടനാപരമായ പദവി ഇന്നും നിലനിൽക്കുന്നുണ്ട്. എടുത്തു കളഞ്ഞിട്ടില്ല. അപ്പൊ കാശ്മീർ എന്തുകൊണ്ട് എടുത്തു കളഞ്ഞു? മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. കാശ്മീരിൽ അവിടുത്തുകാരല്ലാത്തവർക്ക് ഭൂമി വാങ്ങി വീട് വെക്കാൻ 370 പ്രകാരം അവകാശമില്ല. അത് എടുത്തു കളഞ്ഞാൽ പുറത്തു നിന്നുള്ള ഇതര സമുദായക്കാരെ കാശ്മീരിൽ കൊണ്ടുപോയി കുടിയിരുത്തി ജെറുസലേം അതുപോലെ ഗാസയിലും ഇസ്രായേൽ ചെയ്യുന്ന അതേ പ്രവർത്തനമാണ് ഇന്ത്യയിൽ കാശ്മീരിൽ ചെയ്യുന്നതിന് വേണ്ടി BJP തീരുമാനിച്ചത്. കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചില്ല. ലീഗിന് പ്രയാസമുണ്ട്. ലീഗിന്റെ മുന്നിൽ ലീഗിന്റെ വോട്ട് കിട്ടി പോയവരാണ്. അത് കഴിഞ്ഞ മുത്തലാഖ് ഞാൻ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. ഇന്നലെ ഇപ്പോ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയുള്ള വസീഫ് നമ്മളെ റിപ്പോർട്ടറിൽ അരുണുമായി സംഭാഷണം നടത്തുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചു.
അതിന് പറഞ്ഞ മറുപടി എന്താ? എനിക്ക് പരിമിതികളില്ല. ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന നിയമങ്ങൾ പാർലമെന്റിൽ കൊണ്ടുപോകും, ഞാൻ എന്തായാലും കല്യാണത്തിന് പോകില്ല, അവിടെ ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് കാരണം എന്താ? കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു ഘട്ടത്തിൽ വിമാനം വൈകി മുത്തലാഖ് ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതുപോലെ തന്നെ മറ്റ് MP, ഇവിടെ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ച സമദാനി കല്യാണത്തിന് പോയി, ബിരിയാണി ചെമ്പ് പൊട്ടിക്കുന്നതിനെ കാട്ടിയെടുത്ത് ഫ്ലൈറ്റ് കിട്ടിയില്ല. എന്ത് നിലപാടങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്? ലീഗ് കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് UCC നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് നിലപാടുകൾ? പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട എന്താണ് പ്രശ്നങ്ങൾ? ഇസ്രയേൽ ഏകപക്ഷീയമായി ഗാസയിൽ ഏതാണ്ട് 30,000 പേരെ കൊന്നു കഴിഞ്ഞപ്പോ അതിൽ പകുതി കുട്ടികളും സ്ത്രീകളുമാണ്. ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ, ന്യൂയോർക്കിൽ നടന്നു, വാഷിംഗ്ടണിൽ നടന്നു, ലണ്ടനിൽ നടന്നു, പാരീസിൽ നടന്നു, ടോക്കിയോയിൽ നടന്നു. ലോകത്താകെ 60 രാജ്യങ്ങളിൽ 150ഓളം പ്രധാന പട്ടണങ്ങളിൽ അരുത് നെതന്യാഹു, യുദ്ധം നിർത്തണമെന്ന പ്രകടനം നടന്നു. ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ നടന്നു, കേരളത്തിൽ നടന്നു, കോഴിക്കോട്. മുസ്ലിം ലീഗ് നടത്തി, ഇടതുപക്ഷം നടത്തിയപ്പോ ആ മുസ്ലിം ലീഗ് നടത്തിയതിലേക്ക് ക്ഷണിച്ചു വരുത്ത് കോൺഗ്രസ്സുകാരനെ ശശി തരൂരിനെ അതെന്താ പറഞ്ഞത്? ഇത് ഓർമ്മയില്ലേ? ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ തീവ്രവാദികൾ അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്നാണ് ശശി തരൂർ പറഞ്ഞത്. ആരെ? ലീഗ് ഉണ്ടാക്കി വെച്ച മൈക്കിൽ, ലീഗിന്റെ യോഗത്തിൽ കോൺഗ്രസ് പറഞ്ഞതാ. ഞാൻ പറയട്ടെ, ഈ ഹമ്മാസ് എന്ന് പറഞ്ഞ വിഭാഗത്തെ തീവ്രവാദി എന്ന് RSSും BJPയും പറയുന്നു. ഇന്ത്യയിലെ മറ്റാരെങ്കിലും പറയുന്നുണ്ടോ? അങ്ങനെ പറയാൻ നമുക്ക് അവകാശമുണ്ടോ? മഹാത്മാഗാന്ധി സഹന സമരവുമായി, സ്വാതന്ത്ര്യമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ആ സമരം മാത്രമാണോ സ്വാതന്ത്ര്യ സമരം? 921 മാപ്പിളമാർ ജന്മിമാർക്കെതിരെ കലാപം ഉണ്ടാക്കിയ ആ കലാപമില്ലേ, കാർഷിക കലാപം, അത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നില്ലേ? ആലി മുസ്ലിയാരും അതുപോലെ തന്നെ മറ്റ് മമ്മറന്നങ്ങളടക്കമുള്ള നേതാക്കൾ നടത്തിയുള്ള സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമല്ലേ? ഡാക്കയിലെ ചിറ്റഗോങ്ങിലെ ആയുധപ്പുര ആക്രമിച്ചുകൊണ്ട് സൂര്യാസന്ന ആളുകൾ നടത്തിയിട്ടുള്ള അക്രമത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമല്ലേ? അപ്പോ ഇന്ത്യയിലെ 3 ചെറുപ്പക്കാർ ഇന്ത്യൻ പാർലമെന്റിൽ ബോംബെറിഞ്ഞില്ലേ? അത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമല്ലേ? അപ്പോ ഒരു രാജ്യത്ത് തങ്ങളുടേതായ രാജ്യം നിലനിൽക്കാൻ വിദേശികൾ ആട്ടിപ്പായിക്കാനുള്ള പ്രവർത്തനത്തിനിടയിൽ മഹാത്മാഗാന്ധി ചെയ്തതുപോലെ ഉപ്പുകുറുക്കലും സ്ഥാനസമരങ്ങളും നടക്കുന്നതോടൊപ്പം തന്നെ ചെറിയ തോതിലേക്കുള്ള തീവ്രവാദ സ്വഭാവമുള്ള സംഭവങ്ങൾ കൂടി ഇഴചേർന്നതാണ് ലോകത്തെല്ലായിടത്തുമുള്ള സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിന്റെ ചരിത്രം. അത് ഇസ്രായേലിൽ മാത്രമല്ല. അപ്പൊ ഇസ്രായേലിൽ PLOയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് ഫലസ്തീനിൽ നിലനിൽക്കുമ്പോ തന്നെ ഗാസ പ്രദേശത്തെ ജനങ്ങളുടെ മാൻഡേറ്റ് കെട്ടി ഭരിക്കുന്ന കൂട്ടരാണ് ഹമ്മാസ്. യാസർ അറഫാത്ത് മുതൽക്കുള്ള ആളുകളുടെ ഈ ചർച്ചയും സമരം മാത്രം പോരാ, ചെറിയ ഒരു എരിവും മുളിയും ഒക്കെ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ വേണം എന്ന ധാരണയിൽ മുന്നോട്ട് പോകുന്ന കൂട്ടരാണ് ഹമ്മാസ്. അവരെ തീവ്രവാദി വിളിക്കാൻ പറ്റുമോ? എന്ന് വിളിച്ചില്ലേ? കോൺഗ്രസ് കൂടെ ഒന്ന് വിളിച്ചില്ലേ? എന്താ ലീഗ് പറഞ്ഞു, അഭിപ്രായം പറഞ്ഞു? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മുസ്ലിം ന്യൂനപക്ഷത്തെയും ദളിത വിഭാഗത്തിനും പ്രയാസമുണ്ടാക്കുന്ന എന്ത് നിയമനിർമ്മാണങ്ങളും BJP ഗവൺമെന്റ് പാർലമെന്റിൽ ബില്ലായി അവതരിപ്പിക്കുമ്പോൾ ഇവിടുന്ന് തെരഞ്ഞെടുത്തയച്ച 16 MP-മാരിൽ ആരും, കോൺഗ്രസ് ആരും തന്നെ അതിനെതിരായ നിലപാടുകൾ സ്വീകരിച്ചിട്ടില്ല. സ്വീകരിക്കാൻ മുഹമ്മദ് ബഷീറും സമദാനും ക്ഷണിച്ചാൽ അവരോട് തയ്യാറാകുന്ന സ്ഥിതിയിൽ, എന്തിനേറെ രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയ ഘട്ടത്തിൽ അതിൽ പ്രതിഷേധിക്കാൻ വേണ്ടി AICC തീരുമാനിച്ചിട്ട് പോലും അവിടെ നിന്ന് പ്രതിഷേധിക്കാൻ തയ്യാറാവാതെ ഞങ്ങളെ ഫ്ലൈറ്റിന്റെ സമയം കടന്നു പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് കേരളത്തിലേക്ക് വണ്ടി കയറി കൂട്ടറ കോൺഗ്രസ്. അതുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ UDF-നെയും എക്കാലത്തും സഹായിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ആശങ്കയുണ്ട്. ഈ കേരളത്തിൽ നിന്ന് വിജയിച്ചു പോകുന്ന കോൺഗ്രസിന്റെ MP-മാർ
ഉത്തരേന്ത്യയിലെ ആയാറാം ഗയാറാംമാരെ പോലെ പെട്ടെന്ന് BJP ആയി മാറുന്നില്ലെങ്കിൽ പോലും അവരുടെ നിലപാടുകൾ മൃദു ഹിന്ദുത്വ നിലപാടുകളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ഏറ്റവും അവസാനം നമ്മൾ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട പ്രദേശത്ത് രാമക്ഷേത്രം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ക്ഷണത്തിൽ നമ്മൾ കണ്ടില്ലേ? ആ രാമക്ഷേത്ര ശിലാന്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴത്തെ രാമവിഗ്രഹം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനുവരി മാസം 22-ാം തീയതി ക്ഷണക്കത്ത് അയച്ചത് 2 ആഴ്ച വെച്ച് ചർച്ച ചെയ്യപ്പെട്ടിട്ടാണ് കോൺഗ്രസ് സോണിയാഗാന്ധിയും രാഹുലും അങ്ങോട്ട് പോകണ്ടെന്ന് തീരുമാനിച്ചത്. അവർ 2 പേര് മാത്രം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നിശ്ചയിച്ചിരുന്ന കമൽനാഥ് അദ്ദേഹം പറഞ്ഞത് മധ്യപ്രദേശിലെ BJP നേതാക്കന്മാരായിട്ടുള്ള മുൻ മുഖ്യമന്ത്രി BJP നേതാവ് 10 ലക്ഷം ഉറുപ്പികയാണ് രാമക്ഷേത്രത്തിന് കൊടുത്തിരിക്കുന്നത്, ഞാൻ 10,10,000 കൊടുത്തിരിക്കുന്നു. മധ്യപ്രദേശിൽ BJP നേതാക്കന്മാർ ഇഷ്ടികയാണ് കൊടുത്തയച്ച് രാമക്ഷേത്രം ഉണ്ടാക്കാൻ, ഞാൻ വെള്ളി കൊണ്ടുള്ള ഇഷ്ടികയാണ് കൊടുത്തിരിക്കുന്നത്, അല്ലേ? ഞങ്ങൾ എന്താണ് ക്ഷണിക്കാത്തത് എന്നാണ് കമൽനാഥ് ചോദിക്കുന്നത്. ആ കമൽനാഥിന്റെ മധ്യപ്രദേശിൽ വെച്ചുകൊണ്ടാണ് പുതുതായി രൂപം കൊണ്ട ഇന്ത്യ സഖ്യം അതിന്റെ പൊതുയോഗം നടത്താൻ തീരുമാനിച്ചു. നടക്കില്ല എന്ന് പറഞ്ഞു വേണ്ടാൻ തീരുമാനിച്ചു. ഇപ്പൊ കമൽനാഥും കമൽനാഥിന്റെ മകനും എവിടെയാണെന്ന് കോൺഗ്രസുകാർക്ക് പോലും പറയാൻ കഴിയില്ല. വഴിയിൽ നിൽക്കുകയാണ്. BJPയിലേക്ക് എത്തിയിട്ടുമില്ല, എന്നാൽ അമ്മാത്ത് പുറപ്പെടും ചെയ്തു. ലിസ്റ്റ് പറയണ ഈ പൊതുയോഗത്തിൽ നേരം വെളുക്കോളും പറയാം. ഈ കഴിഞ്ഞ 2 ആഴ്ചക്കാലത്തിനിടയിൽ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ചേക്കേറിയിട്ടുള്ള മുൻ മുഖ്യമന്ത്രിമാർ, PCC പ്രസിഡന്റുമാരുടെ എണ്ണം പറയണോ? അശോക് ചൗഹാൻ മുതൽക്ക് മഹാരാഷ്ട്രയിൽ, എന്തിനേറെ ഇന്ത്യൻ പാർലമെന്റിൽ വെട്ടിത്തിളങ്ങിയിരുന്ന സിംഗ്വിയില്ലേ കോൺഗ്രസിന്റെ വക്താവ്, അദ്ദേഹത്തെ 64 സീറ്റുള്ള ഹിമാചൽ പ്രദേശിൽ 40 സീറ്റ് കോൺഗ്രസിനുണ്ട്. 24 സീറ്റ് മാത്രമാണ് BJPക്ക്. കോൺഗ്രസ് ആണ് മുഖ്യമന്ത്രി. അവിടെ നിന്ന് രാജ്യസഭയിലേക്ക് മിഞ്ഞാന്ന് തീരുമാനിച്ചു, തോറ്റില്ലേ? BJP അല്ലേ ജയിച്ചു പോയത്? അദ്ദേഹം പറയുകയാണ്, എന്റെ കൂടെ പ്രഭാത ഭക്ഷണത്തിൽ ഇരുന്നവരാണ് 7 പേർ എനിക്കെതിരായി വോട്ട് ചെയ്തത്. ഇപ്പോ ഹിന്ദി മേഖലയിലുള്ള, വടക്കേ ഇന്ത്യയിൽ ഹിന്ദി മേഖലയിലുള്ള ഏക കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. നാളെ നേരം വെളുക്കുമ്പോഴേക്കും അല്ലെങ്കിൽ 4 ദിവസം കൊണ്ട് ആ ഹിമാചൽ പ്രദേശ് എന്താകും എന്ന് പറയാൻ കഴിയും. ഓരോ സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഏതാണ്ട് 14ഓളം സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ. അതിൽ 4-5 സംസ്ഥാനങ്ങൾ മാത്രമാണ് BJPക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരിക്കാൻ ആവശ്യമായുള്ള മാൻഡേറ്റ് ജനങ്ങൾ വോട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും BJP ഓരോ തലക്കും 25 കോടി രൂപ വീതം വില പറഞ്ഞ് കോൺഗ്രസിൽ നിന്ന് മാടി വിളിച്ചു കൊണ്ടുപോയതാണ്. ചരിത്രത്തിലേക്കാൻ പോകുന്നില്ല. കർണാടക കഴിഞ്ഞതിന്റെ മുമ്പത്തെ പ്രാവശ്യം കോൺഗ്രസ് അല്ലേ ജയിച്ചത്? BJP ഭരിച്ചു. മധ്യപ്രദേശ് കോൺഗ്രസ് അല്ലേ ജയിച്ചത്? BJP ഭരിച്ചു. അരുണാചൽ പ്രദേശ് എന്ന സംസ്ഥാനമുണ്ട്. 43 MLA-മാരുടെ പിന്തുണയോടുകൂടി അവിടെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായി. 4-ാം ദിവസം 42 MLA-മാരും മുഖ്യമന്ത്രിയും കൂടി BJP പോയി. മന്ത്രിസഭയാകെ BJP ആയി മാറി. എന്തിനേറെ കോൺഗ്രസിന്റെ നയരൂപീകരണത്തിന്റെ സമിതിയുടെ തലച്ചോറാണല്ലോ AK ആന്റണി. AK ആന്റണി ചില്ലറക്കാരനാണോ? അദ്ദേഹത്തിന്റെ മകൻ അനിൽ ആന്റണി എവിടെയപ്പുള്ളത്? BJPന്റെ ക്യാമ്പിലാണുള്ളത്. നമ്മുടെ KPCCയുടെ പ്രസിഡന്റ്, ഞാൻ RSSന്റെ ശാഖക്ക് കാവല് നിന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് ഒരു ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു, ഞാൻ മാത്രമല്ല നെഹ്റു മുതൽക്കുള്ളവർ RSSനെ സഹായിച്ചിട്ടുണ്ട്. ഇത് നെഹ്റു പിന്നാങ്ങി. BD സതീശൻ BD സവർക്കറുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്യുന്നതിന് വേണ്ടി RSSന്റെ ക്യാമ്പിലേക്ക് പോയി. ശശിധരന്റെ കാര്യം പറഞ്ഞു. ആരെയാണ് പാണക്കാട്ടത്തങ്ങളും മുസ്ലിം ലീഗും വിശ്വസിക്കുന്നത്? നിങ്ങൾക്ക് പ്രയാസമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് നിരപ്പലട്ടോ. ഇവിടെ ഫുള്ളാണ്, ഇങ്ങോട്ട് വരണ്ട. അവിടെ നിൽക്കല്ലാതെ മാറുകയല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായി നിങ്ങൾ കിട്ടിയ 2 സീറ്റുമായി അവിടെ നിൽക്കുന്നു. അവിടെ നിൽക്കട്ടെ.
അതുകൊണ്ട് തന്നെയാണല്ലോ ഇക്കാലം എത്രയും ഞങ്ങളൊക്കെ ഈ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച് 40 കൊല്ലക്കാലമായി. യൂത്ത് ലീഗിനേക്കാളും MSF-നേക്കാളും STU-നേക്കാളും അടിയുറച്ച മുസ്ലിം ലീഗിന്റെ ഒരു പോഷക സംഘടനയാണ് EK വിഭാഗം സുന്നികൾ. ഇന്നെന്താ നിലപാട്? എന്താണ് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞത്? EK വിഭാഗത്തിന്റെ പ്രസിഡന്റ് ജിഫിരി തങ്ങൾ മിനിഞ്ഞാന്ന് പത്രക്കാർ ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? വോട്ട് ആർക്കാണ് ഇഷ്ടമെങ്കിൽ അവർ ചെയ്തോട്ടെ. അപ്പൊ പത്രക്കാർ ചോദിച്ചു, മുസ്ലിം ലീഗിന് ഈ സ്ഥിതി വെച്ച് 2 സീറ്റിന് അവകാശമുള്ളൂ തങ്ങളെ? അദ്ദേഹം പറഞ്ഞു, ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല. വീണ്ടും നിർബന്ധിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, LDF-ൽ CPI-ക്ക് 4 സീറ്റ് കൊടുത്തിട്ടുണ്ട്. ആ കണക്ക് വെച്ച് നോക്കൂ, ഒരു 4-5 എണ്ണത്തിന് നമുക്ക് വകുപ്പുണ്ട് എന്ന് പറഞ്ഞു വെച്ചു. ഇതല്ല സ്ഥിതി. അപ്പൊ രാഷ്ട്രീയമായി മുസ്ലിം ലീഗ് ഇന്ത്യ മഹാരാജ്യത്ത് അവരുടെ മുന്നണിയുടെ നേതാവായ കോൺഗ്രസ് ജയിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു സെക്കുലർ നിലപാട്, ഭരണഘടനയുടെ കൂറുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാനോ ആ ഭരണഘടനയെ തകർക്കുന്ന നിലപാടുമായി RSS-ഉം BJP മുന്നോട്ട് പോകുമ്പോൾ അരുതോ എന്ന് പറയാൻ തയ്യാറാകുന്നില്ല ഈ UDF-ന്റെ ഭാഗമായി വിജയിച്ചു വന്ന കോൺഗ്രസുകാർ എന്നാണ് കഴിഞ്ഞ 5 കൊല്ലക്കാലത്തെ ചരിത്രം പൂർത്തിപ്പിക്കുന്നത്. കേരളത്തിലേക്ക് നാം വരുന്നില്ല. മറ്റൊന്നെന്താ അധ്യക്ഷൻ സൂചിപ്പിച്ചു, ഇപ്പോ ഇതുവരെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അടുത്ത ഏപ്രിൽ മാസം അവസാനം വരെ തെരഞ്ഞെടുപ്പ് നടക്കുവോളം നമ്മുടെ MP അബ്ദുൽ സമദ് സമദാനി MP ആണ്. അപ്പുറത്ത് കിട്ടി മുഹമ്മദ് ബഷീറുമാണ്. പറഞ്ഞല്ലോ, AR നഗർ പഞ്ചായത്തിലേക്ക് MP ഫണ്ടിന്റെ ഭാഗമായി ലഭിച്ച വികസന കാര്യങ്ങളൊക്കെ അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചു. അദ്ദേഹം പഞ്ചായത്ത് മെമ്പർക്കായി പ്രവർത്തിക്കുന്ന ആളാണ്. അത് AR നഗർ പഞ്ചായത്ത് പോകട്ടെ, വിവാദമായ 2-3 കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചുകൂടെ? ഒന്ന്, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ മുസ്ലിം സർവകലാശാലയാണ് അലിഗഡ് മുസ്ലിം സർവകലാശാല. UP-ലാണ് നിലകൊള്ളുന്നത്. ഏതാണ്ട് 90-കൾ വരെ ഇന്ത്യയിൽ വേറെ എവിടെയും അതിന് ബ്രാഞ്ചുകളോ ഓഫ് ക്യാമ്പസുകളോ ഉണ്ടായിരുന്നില്ല. VS കേരളം ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് അലിഗഡ് മുസ്ലിം സർവകലാശാലക്ക് ഉത്തർപ്രദേശിന് പുറത്ത് ബംഗാളിലും അതുപോലെ കേരളത്തിലും ഓഫ് ക്യാമ്പസ് തുറക്കാൻ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി TK ഹംസ അതിന്റെ സെനറ്റ് അംഗമാണ്. അന്ന് MP ആയിരുന്നു അദ്ദേഹം. മലപ്പുറത്ത് സഖാവ് ശശികുമാർ പെരുന്തൽമണ്ണ MLA ആണ്. പാലോളിയുടെ നേതൃത്വത്തിൽ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായി അത് കേരളത്തിൽ എങ്ങനെ നടപ്പാക്കണം, എവിടൊക്കെയാണ് നടപ്പാക്കേണ്ടത് എന്ന കാര്യത്തെ സംബന്ധിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കമ്മീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി അന്നത്തെ VS ഗവൺമെന്റ് തീരുമാനിച്ചു, അലിഗഡ് മുസ്ലിം സർവകലാശാലക്ക് അലിഗഡിന് UP-ക്ക് പുറത്ത് ആദ്യമായി കേരളത്തിലാണ് ഓഫ് ക്യാമ്പസ് ഉണ്ടാവേണ്ടത്. അത് അവർ അംഗീകരിച്ചു. രണ്ടാമത്തെ കാര്യം എന്താ? 350 ഏക്കർ ഭൂമി വേണം ഇത് സ്ഥാപിക്കാൻ. പല സ്ഥലം പരിശോധിച്ചു. അവസാനം 340 ഏക്കർ ഭൂമി പെരിന്തൽമണ്ണക്കടുത്ത് ചോലാമലയിൽ അക്വിസിഷൻ നടത്തി. അതില് ഏതാണ്ട് ഒരു 2.5 ഏക്കർ ഭൂമിയോളം ഏതോ ഒരു മുസ്ലിം ലീഗുകാരന്റെ കയ്യിലായിരുന്നു. അയാളെ വെച്ച് ഹൈക്കോടതി സൂട്ട് കൊടുത്ത് ആ ഭൂമി പരമാവധി താമസിപ്പിക്കാനുള്ള ശ്രമം ലീഗ് നടത്തി. മലപ്പുറം കളക്ടറേറ്റിൽ സമരം പ്രഖ്യാപിച്ചു. 40 ദിവസം നീണ്ടു നിൽക്കുന്ന സമരം. അലിഗഡ് മുസ്ലിം സ്ഥലം മലപ്പുറത്ത് സ്ഥാപിക്കണം. ചോലാമല മലപ്പുറത്ത് 340 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് ഇടതുപക്ഷ മുന്നണി അവിടെ കോളേജ് സ്ഥാപിച്ചു, മുസ്ലിം സർവകലാശാലയാണ്. ഇന്നിപ്പോ നമ്മളെ സർവകലാശാലയിൽ പഠിപ്പിക്കുന്ന BA-യും BSc-യും BCom ആണോ? AI-ലെത്തിയില്ലേ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെത്തിയില്ലേ? എവിടെ എത്തി പാഠ്യപദ്ധതികൾ? നിങ്ങൾ പോയി അന്വേഷിക്കൂ. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ മലപ്പുറത്തെ ഓഫ് ക്യാമ്പസ് പെരിന്തൽമണ്ണ ചോലാമലയിൽ എന്തൊക്കെ കോഴ്സാണ് പഠിപ്പിക്കുന്നത്? അത് അപ്പാട് കിടക്കുന്നത് മാത്രമല്ല,
10 പൈസ അതിന് ഗ്രാന്റ് വാങ്ങാൻ ഈ MP-മാർ തയ്യാറായിട്ടില്ല. അത് ഊർധ്വശ്വാസം വലിക്കുകയാണ്. നമ്മളെ കോഴിക്കോട്ടത്തെ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ എളമരം കരീം ഇപ്പൊ രാജ്യസഭ MP കൂടിയാണ്. അദ്ദേഹം രാജ്യസഭയിൽ ചോദ്യം ചോദിച്ചപ്പോഴാണ് പൊട്ടം പിണ്ണാക്കുന്ന നിലപാടാണ് മലപ്പുറത്ത് MP സ്വീകരിക്കുന്നത്. അപ്പോ AR നഗറിൽ ഒരു കുടിവെള്ള പദ്ധതി കൊണ്ടുവന്നില്ല, ഒരു ഐമാസ്റ്റ് ലൈറ്റ് വെച്ചില്ല എന്നൊക്കെ, ഒരു റോഡിന് വേണ്ടി ഫണ്ട് തന്നില്ല എന്നുള്ള ആക്ഷേപം യോഗ അധ്യക്ഷൻ സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹത്തോടും നിങ്ങളോട് ഞാൻ പറയുകയാണ്, AR നഗറിലെ സാധാരണക്കാരന്റെ ഇടപെടിയും റോഡും കലുങ്കും വൈദ്യുതിയും നന്നാക്കാൻ ഫണ്ട് തന്നില്ല എന്ന് മാത്രമല്ല, MP എന്ന നിലയിൽ 5 കൊല്ലക്കാലത്തിനിടയിൽ ലഭിച്ച 30 കോടി രൂപയിൽ നിന്ന് ഇപ്പൊ ചെലവഴിച്ചത് ഏതാണ്ട് 3.25 കോടി രൂപ മാത്രമാണ്. 26.25 കോടി രൂപ, 27 കോടിയോളം രൂപ ഇന്ത്യ ഗവൺമെന്റ് ഈ മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട പണം യഥാസമയങ്ങളിൽ ഉപയോഗിക്കാതെ ലാപ്സാക്കി കളഞ്ഞു. വന്നില്ല എന്ന് മാത്രമല്ല, അതാണ് നമ്മളെ മലപ്പുറം MP-യുടെ ചെറിയ ജാതി വിശാംശം തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുമ്പോൾ കൃത്യമായി ഞങ്ങൾ പറഞ്ഞു തരാം ഓരോ എണ്ണങ്ങളും. ഇനി അപ്പുറത്ത് മുതലുണ്ടായിരുന്നല്ലോ ET മുഹമ്മദ് ബഷീർ, ഇപ്പുറത്തേക്ക് വന്നല്ലോ. അതിന്റെ സ്ഥിതി എന്താ? തിരൂരിൽ കൂടി 24 ട്രെയിനാണ് നിർത്താതെ പോകുന്നത്. നമ്മുടെ തിരൂരിൽ കൂടി ഷൊർണൂർ വിട്ടാൽ കോഴിക്കോടാണ്. മലപ്പുറം ജില്ലയിൽ സ്റ്റോപ്പ് ഇല്ലാത്ത 24ഓളം വരുന്ന ട്രെയിനുകളുണ്ട്. രാജധാനി നിർത്തണമെന്നല്ല പറയുന്നത്. ആദ്യഘട്ടത്തിൽ വന്ദേ ഭാരത് വന്നല്ലോ. ആ വന്ദേ ഭാരതിന് തിരൂരിൽ സ്റ്റോപ്പ് നേരത്തെ അനുവദിച്ചു. പാലക്കാട് MP ശ്രീകണ്ഠൻ എന്ന അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം ഇടപെട്ട് പറഞ്ഞു ഷൊർണൂരിൽ നിർബന്ധമാണ്, തിരൂരിൽ വേണ്ട, തിരൂർ ക്യാൻസൽ ചെയ്തു. ഒരു അപശബ്ദം പോലും ET മുഹമ്മദ് ബഷീർ പറഞ്ഞില്ല. 2020, 21, 22 നമ്മൾ പുറത്തിറങ്ങാത്ത കാലഘട്ടം, കോവിഡിന്റെ കാലഘട്ടമാണ്. എവിടെയായിരുന്നു MP ഉണ്ടായിരുന്നത്? നമ്മളെ കേരളത്തിൽ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾക്ക് വ്യത്യസ്തമായി ഓൺലൈനിൽ കൂടി കമ്പ്യൂട്ടർ കൊടുത്ത്, ഐഫോൺ കൊടുത്ത്, അതുപോലെ ആൻഡ്രോയിഡ് ഫോണുകൾ കൊടുത്ത്, ഇല്ലാത്ത കുട്ടികൾക്ക് DYFIക്കാർ വാങ്ങിക്കൊടുത്ത് നമ്മൾ മുടങ്ങാതെ ക്ലാസ് കേരളത്തിൽ നടത്തിയ ഇന്ത്യയിലേതെങ്കിലും സംസ്ഥാനത്ത് ക്ലാസ് നടന്നിട്ടുണ്ടോ? ഇവിടെ നടന്നല്ലോ. എവിടെയായിരുന്നു MP ഉണ്ടായിരുന്നത്? അതൊക്കെ പോകട്ടെ, ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഇന്ത്യയിലെ 28 സംസ്ഥാനമാണ്, രാജ്യമല്ല കേരളം. ഈ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നത് നികുതി വരുമാനത്തിൽ കൂടിയാണ്. നികുതിയുടെ വിഹിതം ലഭിച്ചുകൊണ്ടാണ്. നേരത്തെ നമുക്ക് സെയിൽ ടാക്സ് ഉണ്ടായിരുന്നു, വാറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കേരളത്തിന്റെ ഖജനാവിലേക്കാണ് വരിക. പിന്നീട് അതിപ്പോ GST ആയി മാറി. നമ്മളൊരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിയാൽ അതിന്റെ GST 28% നേരെ നിർമ്മലാ സീതാരാമന്റെ പെട്ടിയിലേക്കാണ് പോവുക. എല്ലായിടത്തും, കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എന്ത് സാധനം വാങ്ങിയാലും അത് പോകുന്നത് നിർമ്മലാ സീതാരാമന്റെ പെട്ടിയിലേക്കാണ്. അവിടെ നമുക്ക് അനുവദിച്ചു തരണം. അങ്ങനെ ന്യായമായ കേരളത്തിന്റെ ടാക്സ് വിഹിതം GST ലഭിക്കുന്നില്ല ഒരു ഭാഗത്ത്. രണ്ടാമത്തെ വിഷയം, ഈ സംസ്ഥാനത്തിന്റെ മൊത്തത്തിൽ GDP എന്ന് പറയും ആകുണ്ടാകുന്ന വരുമാനത്തിന്റെ ഇത്ര ശതമാനം വരെ കടമെടുക്കാം. കടമെടുക്കാതെ ഇന്ന് ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. എന്നിട്ട് വ്യക്തികൾക്ക് പോലും സാധ്യമല്ല. 3% വരെ കടമെടുക്കാം. കേരളം 3% കടമെടുത്തിട്ടില്ല. എന്നിട്ടും കടമെടുക്കാനുള്ള പരിധി കേന്ദ്രം വെട്ടിക്കുറച്ചു. 3 കവിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട്. 3 കവിഞ്ഞു എന്ന് പറയാനുള്ള കാരണം എന്താ? ഇന്ത്യ ഗവൺമെന്റ് 90കൾക്ക് ശേഷം നിലവിൽ വന്ന മൻമോഹൻ സിംഗിന്റെയും റാവുവിന്റെയും ഗവൺമെന്റ് തുടങ്ങി ഇപ്പൊ നിൽക്കുന്ന നമ്മളെ മോഡിയുടെ ഗവൺമെന്റ് വരെയുള്ള 10-35 കൊല്ലക്കാലത്തിനിടയിൽ ഇന്ത്യയിൽ നടപ്പാക്കിയ പുതിയ ആഗോളവൽക്കരണ നയത്തിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. സാമ്പത്തികമായി ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഒരു ഭാഗത്ത് അവർ ചെയ്യുന്നത്, ഇന്ത്യ ഗവൺമെന്റ് ചെയ്യുന്നത്,
നല്ല തോതിലേക്ക് നികുതിയൊക്കെ വാങ്ങിയെടുക്കും. 3 റുപ്യ 80 പൈസ ഉണ്ടായിരുന്ന ഡീസലിന്റെ നികുതി 28 രൂപയാക്കി. 8 റുപ്യ 90 പൈസ ഉണ്ടായിരുന്ന പെട്രോളിന്റെ നികുതി 30 രൂപയാക്കി. ആ നികുതിയൊക്കെ കൂട്ടുമ്പോഴും കേന്ദ്ര ഗവൺമെന്റ് ഒരു കാര്യത്തിൽ ഉറപ്പുവരുത്തുന്നു, നികുതി കൂട്ടിയാൽ വിഹിതം സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കണം. പക്ഷെ അതിനപ്പുറത്തൊരു അമെന്റ്മെന്റ് ഉണ്ട്. എന്താ? ഈ നികുതിക്ക് അഡീഷണൽ നികുതി സർചാർജ് ഏർപ്പെടുത്തിയാൽ അത് സംസ്ഥാനങ്ങളുമായി വിഹിതം വെക്കേണ്ടതില്ല. അപ്പൊ 3 റുപ്യ 80 പൈസ നികുതി നിലക്കുമ്പോൾ പിന്നെ കൂട്ടുന്ന മുഴുവൻ സർചാർജാണ്, കീഴ്പോട്ട് കൊടുക്കണ്ട. അങ്ങനെ കൊടുക്കുമ്പോൾ നികുതി ഇനത്തിൽ കേരളത്തിന് നൽകേണ്ടത് 3.8% കോടികൾ വരും. 10ാം ധനകാര്യ കമ്മീഷൻ 5 വർഷക്കാലത്ത് ധനകാര്യ കമ്മീഷൻ നിശ്ചയിക്കും. ആ ധനകാര്യ കമ്മീഷനാണ് എത്ര കൊടുക്കണം കേരളത്തിലേക്ക്, എത്ര UP തീരുമാനിക്കുക. ഇപ്പൊ അവർ തീരുമാനിച്ചു 1.9%, നേർപകുതിയാണ് തീരുമാനിച്ചത്. ആ ഇനത്തിൽ ഉണ്ടായിട്ടുള്ള കുറവ്. GST നടപ്പാക്കുമ്പോൾ EVA-ലും മറ്റും പെട്ടെന്ന് നടപ്പാക്കാത്തതിന്റെ ഭാഗമായി അന്തർ സംസ്ഥാന ചരക്ക് കടത്തുമ്പോൾ നമുക്ക് കിട്ടേണ്ടുന്ന വിഹിതം ലഭിക്കുന്നില്ല. അതുകൊണ്ട് നഷ്ടപരിഹാരം 5 കൊല്ലക്കാലം തരാന്ന് പറഞ്ഞു. അത് 2023 ജൂണിൽ അവസാനിച്ചു. ഇനി നീട്ടാൻ പറഞ്ഞു, നീട്ടുന്നതിന് ആ വകയിൽ ഉണ്ടായില്ല നഷ്ടം. ഇങ്ങനെ എല്ലാം കൂടി 57,400 കോടി രൂപ ഈ കേരളത്തിന് കേന്ദ്ര ഗവൺമെന്റ് തരാൻ ബാക്കിയുണ്ട്. ഈ വിവരം ഈ 18 MP-മാരെയും വിളിച്ച് 2 ഇടതുപക്ഷ MP-മാരെയും കൂട്ടി 20 പേരും ഒന്നിച്ച് നിവേദനം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തെ തലയാട്ടി ചായയും ബിസ്ക്കറ്റും കഴിച്ചു പോയി. പക്ഷേ പാർലമെന്റിൽ ചെന്നപ്പോ ഒപ്പിടാൻ തയ്യാറായില്ല. VD സതീശൻ ഇവിടെ വന്ന് പറഞ്ഞെന്താ? മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും എന്താണ് പറയാ, വഴിവിട്ട ചെലവഴിക്കലിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളതാണ് ഈ സാമ്പത്തിക പ്രയാസം. അത് അവിടെ നിൽക്കട്ടെ, ഒരു മൂലക്കൽ, നമ്മൾ നിഷേധിക്കാൻ പോടില്ല. തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലെ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയും ശിവകുമാറും MLA-മാരും ഡൽഹിയിൽ പോയി സമരം നടത്തി. അവരെന്താ പറഞ്ഞത്? സിദ്ധാരാമയ്യ പണം ചെലവഴിച്ചതിന്റെ ഭാഗമായിട്ടാണോ കർണാടകയിൽ പ്രയാസമുള്ളത്, അതോ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാത്തത് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ടാണോ അവിടെ സമരം നടത്തിയത്? കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൊട്ടടുത്ത BJP ഇതര സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരൊക്കെ വിളിച്ചു. കോൺഗ്രസ് വരാന്ന് തോന്നിയിട്ടാണ്, ഗാർഗിയൊക്കെ വരാന്ന് പറഞ്ഞതാണ്. പക്ഷെ കേരളത്തിലെ സതീശനും സുധാകരനും സമ്മതിക്കില്ല. അപ്പോ അങ്ങനെ സമരം നടന്നു ഡൽഹിയിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി. അപ്പൊ പ്രധാനമന്ത്രി എന്താ പറഞ്ഞത്? സൗത്തിന്റെ സമരമാണ്. സൗത്തിന്റെ സമരം എന്താണ്? BJP ഇല്ലാത്ത ഗവൺമെന്റുകൾ ഇവിടെ കൂട്ടാലോ, ആന്ധ്ര, കർണാടക, തെലങ്കാന, കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി, അങ്ങനെ പരിശോധിച്ച് സൗത്തിന്റെ സമരമാണ്. പക്ഷെ ഫാറൂഖ് അബ്ദുള്ള വന്ന് പ്രസംഗിച്ചു, ന്യായമാണ്. നോർത്തിലെ ഡൽഹിയിലെ മുഖ്യമന്ത്രി കെജ്രിവാൾ എന്ന് സംസാരിച്ചു, ന്യായമാണ്. നോർത്തിലെ പഞ്ചാബിലെ മുഖ്യമന്ത്രി മന്നുമെന്ന് സംസാരിച്ചു, ഭഗവത് സിംഗ് മന്ന്, ന്യായമാണ്. കപിൽ സിബൽ വന്നു. അങ്ങനെ ഒരു ദേശീയ സമരമായി അത് ഉയർന്നു വന്നപ്പോഴാണ് നമ്മളെ തൃശ്ശൂർ MP പ്രതാപൻ പോയിട്ട് ഒരു കടലാസ് കൊടുത്തു, കേരളത്തിന്റെ വിഹിതം കൊടുക്കണത് പ്രമേയം. ഇപ്പോ അവസാനം തൂമ്പുവരെന്നാണ് വർത്താനല്ലേ നാട്ടില്. അവസാനം തൂമ്പൊന്നും അല്ല, എന്റെ വിശാംശത്തിലേക്ക് പോകുന്നത്. പ്രതാപന് നോട്ടീസും കൊടുത്തു. ഇതിലെ ഒരു ഭാഗത്തെ സ്ഥിതി. അപ്പൊ എന്താ സ്ഥിതി? കേരളത്തിൽ ആകെ ജനസംഖ്യ 350 ലക്ഷമാണ്. അതിൽ ഏതാണ്ട് 18% 63 ലക്ഷം ആളുകൾക്ക് കേരളത്തിൽ പ്രതിമാസം 1600 രൂപ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ഇന്ത്യയിലെ 27 സംസ്ഥാനങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ ഇതിന്റെ പകുതി കൊടുക്കുന്ന സംസ്ഥാനങ്ങളുണ്ടോ? അപ്പോ കേരളത്തിൽ ക്ഷേമ സംവിധാനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇല്ലേ? സ്കൂളുകൾക്ക്, നിങ്ങൾ പ്രദേശത്തെ സ്കൂളുകൾ പരിശോധിച്ചോ? 1 കോടി, 3 കോടി, 5 കോടി കേരളത്തിലെ സ്മാർട്ട് ക്ലാസ്സുകളാക്കി മാറ്റി. 5000-10,000 ഡൊണേഷൻ കൊടുത്ത് ഫീസ് കൊടുത്ത് പഠിക്കുന്ന നമ്മളെ കുട്ടികൾ കഴിഞ്ഞ 8 കൊല്ലക്കാലത്തിനിടയിൽ 10 ലക്ഷം കുട്ടികൾ സർക്കാർ സ്കൂളിലേക്ക് വന്നു. അവർക്ക് ജൂൺ 1-ാം തീയതി പുസ്തകം കൊടുക്കുന്നുണ്ട്, അധ്യാപനം നിയമിക്കുന്നുണ്ട്, യൂണിഫോം കൊടുക്കുന്നുണ്ട്, ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട്, യൂണിഫോം തയ്ക്കാനുള്ള തയ്യൽ കൂലിയും കൊടുക്കുന്നുണ്ട്. ആശുപത്രി പരിശോധിച്ചോ? CHC-കൾ, PHC-കൾ ഉച്ചയ്ക്ക് 12 മണിക്ക് ഡോക്ടർ ആഫീസ് അടിച്ച് സ്റ്റെതസ്കോപ്പ് തോളിൽ തൊട്ടടുത്ത മുറിയിൽ പോയി പ്രൈവറ്റ് പ്രാക്ടീസാ, 200 രൂപ കൺസൾട്ടിംഗ് ഫീസ്.
എന്ന് നിങ്ങൾ പരിശോധിച്ചോ. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, പ്രൈമറി ഹെൽത്ത് സെന്റർ വൈകുന്നേരം 5 മണി വരെ ഡോക്ടർ അവിടെ ഇരിക്കുന്നു. മരുന്നുണ്ട്, എക്സ്റേ ഉണ്ട്. നമ്മളെ മണ്ഡലത്തിന്റെ ആസ്ഥാനമായ വേങ്ങര വന്ന് നോക്കി, എക്സ്റേ സംവിധാനം ആശുപത്രിയിൽ, ഗവൺമെന്റ് ആശുപത്രിയിൽ നിലനിൽക്കുന്നു. ലാബുകൾ അവിടെ ഉണ്ട്, മരുന്ന് കൊടുക്കുന്നു. ഇല്ലേ, 5 റുപ്യ ടോക്കൺ എടുത്താൽ മതി. നമ്മുടെ കുടുംബ വരുമാനത്തിൽ എത്ര റുപ്യാണ് മിച്ചം വരിക? ഒരു ആവറേജ് ഇടത്തരക്കാരന്റെ കുടുംബ വരുമാനത്തിൽ മാസം ഒരു 5000 റുപ്യ ഈ വിദ്യാഭ്യാസത്തിന്റെയും ആരോഗ്യത്തിന്റെയും ഭാഗമായി അവർക്ക് പരോക്ഷമായി ലഭിക്കുന്നില്ലേ? എന്നാൽ വടക്കേ ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് ഞാൻ പറയണോ, 100 കുട്ടികളെ 100 കുട്ടികളെ 1ാം ക്ലാസ്സിൽ ചേർത്താൽ SSLC എത്തുന്നത് 65 കുട്ടികളാണ്. കേരളത്തിൽ 100 കുട്ടി 1ാം ക്ലാസ്സിൽ ചേർന്നാൽ 99.25 കുട്ടികൾ SSLCക്ക് എത്തുക. അല്ല ദീദി, 1000 കുട്ടികളെ പ്രസവിക്കുമ്പോൾ വടക്കേ ഇന്ത്യയിൽ ഉത്തർപ്രദേശിൽ യോഗിയുടെ നാട്ടിൽ 35 കുട്ടികളാണ് പ്രസവത്തിൽ ചത്തുപോകുന്നത്. കേരളത്തിൽ 1000 കുട്ടികളെ പ്രസവിക്കുമ്പോൾ 4.5 കുട്ടിയാണ് മരിച്ചു പോകുന്നുള്ളൂ. അങ്ങനെ ഓരോന്ന് പരിശോധിച്ചോ. നമ്മള് ഇതൊക്കെ ചാർട്ടൊക്കെ UN പ്രസിദ്ധീകരിച്ചിട്ടല്ലോ. പട്ടിണിയിൽ 100 അഫ്ഗാനിസ്ഥാന്റെ പുറകിലാണ് ഇന്ത്യ രാജ്യം. അപ്പൊ ഇത്തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്താൻ വേണ്ടി കേന്ദ്രം പണം തരുന്നില്ല. അവര് പറയുന്നത് റെയിൽവേ അദാനി നടത്തിക്കോട്ടെ, എയർപോർട്ട് അംബാനി നടത്തിക്കോട്ടെ, ഷിപ്പിംഗ് മറ്റവർ നടത്തട്ടെ, കമ്പി തപാൽ അവർ നടത്തട്ടെ, BSNL ചവിട്ടിക്കുത്തി ശരിയാക്കി ഇപ്പുറത്ത് എയർടെല്ലും ജിയോയും വളർന്നു വന്നിരിക്കട്ടെ. അല്ലേ, കേരളത്തിലെ K-ഫോൺ സംവിധാനം കൊണ്ടുവന്നപ്പോ രമേശ് ചെന്നിത്തല നിയമസഭയിൽ പറഞ്ഞെന്താ, എന്തിനാണ് K-ഫോൺ? ഇവിടെ അദാനി ഇല്ലേ, അംബാനി ഇല്ലേ, ജിയോ ഇല്ലേ, എയർടെൽ ഇല്ലേ എന്നല്ലേ ചോദിച്ചത്. നമ്മളെ ഈ ചണ്ടപ്പുറ അങ്ങാടിയിൽ നിന്ന് എത്ര ചെറുപ്പക്കാർ എത്ര റുപ്യയുടെ സിംബ ദിവസത്തിൽ കയറ്റുന്നുണ്ടാകും. അപ്പൊ ഞാൻ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യ ഗവൺമെന്റ് 990കൾ ശേഷം സ്വീകരിച്ചിരുന്ന ഈ കോർപ്പറേറ്റ് സേവ ഗവൺമെന്റ് സമീപനങ്ങൾ ഏതാണ്ട് മോഡി വന്നതോടുകൂടി 120 സ്പീഡിൽ മുന്നോട്ട് പോകാനായി തുടങ്ങിയത് ശക്തിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 2024 നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. 37% വോട്ടാണ് BJPക്കും സഖ്യകക്ഷിക്കും ഇന്ത്യയിൽ ലഭിച്ചിട്ടുള്ളത്. ഇപ്പൊ BJP കിട്ടിയ 303 സീറ്റ് അതിന്റെ പരമാവധിയാണ്. കർണാടകയിൽ നിന്ന് 28 സീറ്റ്, 29ാമതില്ലല്ലോ. ഡൽഹിയിലെ 7 സീറ്റ് 8 കിട്ടില്ലല്ലോ. മധ്യപ്രദേശിലെ 38ഓളം സീറ്റ് അപ്പുറത്ത് കിട്ടാനില്ല. അപ്പോ ഇപ്പൊ BJPയുടെ കയ്യിൽ നിലനിൽക്കുന്ന 300 ചില്ലറ സീറ്റ് അതിന്റെ പരമാവധിയാണ്. മോഡിയുടെ പാടായി 370, 400 ഒക്കെ പറയട്ടെ, അത് തൃശ്ശൂരൊക്കെ കണ്ടിട്ടാ. അപ്പൊ വർദ്ധിപ്പിക്കാനില്ല, കുറയാനേ ഉള്ളൂ. ഈ 37% ഇപ്പുറത്ത് നിൽക്കുന്ന 63% ഒന്നിച്ചാൽ മോഡിയുടെയും BJPയുടെയും സീറ്റിന്റെ എണ്ണം കുത്തനെ കീഴ്പോട്ട് കൊണ്ടുവരാനും ഇന്ത്യ സഖ്യത്തിന് ഇപ്പോൾ പാർലമെന്റിലുള്ള 145 സീറ്റ് ഒരു 280 വർദ്ധിപ്പിക്കാനും കഴിയും എന്നുള്ള രൂപത്തിലേക്കുള്ള ആശാവഹമായ സഖ്യങ്ങളും ബന്ധങ്ങളും ഓഹരി വെപ്പുകൾക്കും വേണ്ടിയാണ് ഉത്തർപ്രദേശിലും ഡൽഹിയിൽ നിന്നും പഞ്ചാബിൽ നിന്നും ഒക്കെ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഘട്ടത്തിൽ ആരുടെ ഗവൺമെന്റ് വരട്ടെ, ഇലക്ഷന് ശേഷം വരുന്ന ഗവൺമെന്റ് ഏതെന്ന് നമുക്കറിയില്ല, ആരുടെ വരട്ടെ, പക്ഷേ ജനങ്ങൾക്കെതിരായി, വിശിഷ്യ ന്യൂനപക്ഷങ്ങൾക്കെതിരായി ഭരണ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഘട്ടത്തിൽ അതിനെ തച്ചു തകർക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്ന ഏത് ഗവൺമെന്റ് വരുമ്പോഴും അവർക്കെതിരെ ശബ്ദിക്കാൻ ഇന്ത്യൻ പാർലമെന്റിൽ ചുണക്കുട്ടന്മാരായിട്ടുള്ള കാശ് കൊടുത്താൽ തലയാട്ടുന്ന രൂപത്തിലേക്കുള്ള MP-മാരെ കേരളത്തിൽ നിന്ന് പറഞ്ഞയച്ചുകൂടാ. ഉറച്ചതാവണം, ഉള്ളതുപോലെ ഉണ്ടാകണം. അതിന് പറ്റാവുന്ന രൂപത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 20 പാർലമെന്റ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൽ നമ്മുടെ ഈ AR നഗർ ചണ്ടപ്പുറ ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത് നമ്മളെ തൊട്ടടുത്ത ജില്ലക്കാരനായിട്ടുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ യുവജന പ്രസ്ഥാനമായ DYFIയുടെ സംസ്ഥാന അധ്യക്ഷൻ സഖാവ് V. വസീഫാണ്. അദ്ദേഹം നമ്മൾ തിരുരങ്ങാടിയുടെ മരുമകൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ ചിഹ്നം ചുറ്റികരിവാൾ നക്ഷത്രമാണ്. ആ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ പുരോഗതിക്കാണ്, രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭയിലേക്കാണ്. അവിടെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, വികസന പ്രവർത്തനം നാട്ടിലുണ്ടാകണം, രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ ഇടപെടണം.
നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാനാവണം. ഒരു ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും ദളിതനായാലും മുസ്ലിം ആയാലും രണ്ടാന്തരൻ പൗരന്മാരായി ഇന്ത്യയിൽ ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതിനെതിരായി പൊരുതാൻ തയ്യാറുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് നിർത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ചിഹ്നമായ ചുറ്റികരിവാൾ നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ സാർ.